1575 ഇറ്റലിയിലെ മിലാനിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ച കാലം. ഭയവിഹുലരായ മിലാനിലെ വിശ്വാസികൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം മിലാനിലെ നഗരത്തിലൂടെ പ്രദക്ഷിണമായി കൊണ്ടുനടന്നു. വിശുദ്ധൻ്റെ തിരുസ്വരൂപം കടന്നുപോയ വഴികളിലെല്ലാം അത്ഭുത രോഗശാന്തി നേടുന്നതായി കണ്ടു. അങ്ങനെ ഒരു മഹാനാശത്തിൽ നിന്നും ജനം രക്ഷപ്പെട്ടു. അന്ന് വിരിഞ്ഞ വിശ്വാസപ്പൂക്കളുടെ പരിമളം കാലങ്ങളും ദേശങ്ങളും കടന്ന് ഓരോ വിശ്വാസിയുടെ അകതാരിലും വിശ്വാസജ്വാലയായി പടർന്നുയർന്നു. അങ്ങ് പടിഞ്ഞാറ് അറബിക്കടലിൻ്റെയും ഏഴുമലയുടെയും ഓരത്ത് പ്രകൃതി രമണീയതയുടെ മകുടമായ മാടായിപ്പാറയുടെ ചാരെ ചേർന്ന് നിൽക്കുന്ന മാടായി എന്ന കൊച്ചു പ്രദേശം. 1943 കാലഘട്ടത്തിൽ കോളറ എന്ന മഹാമാരിയിൽ അകപ്പെട്ടപ്പോൾ ദിനം പ്രതി നിരവധി പേർ മരണമടഞ്ഞ വേളയിൽ അഭയകേന്ദ്രമായി ഫാദർ മിറാന്ത എന്ന വൈദികൻ വിശുദ്ധ സെബസ്ത്യാനോസിനെ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥനായി ഉയർത്തി. സമൂഹത്തെ വിശുദ്ധന്റെ മാധ്യസ്ഥതയിൽ കോളറയിൽ നിന്നും കരകയറ്റുവാനായി അന്ന് കത്തിജ്വലിച്ച വിശുദ്ധനോടുള്ള വണക്കം ഇന്നും ഉചിതമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥരും തിരുനാൾ ദിനത്തിൽ നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് അമ്പെഴുന്നള്ളിച്ച് ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. മാടായിൽ വാഴുന്ന പുണ്യാള, ഞങ്ങളെ കാത്തോളണമേ. നാനാജാതികൾ നാനാമതസ്ഥരും നിൻ തിരുസന്നിധി അണയുന്നു, ആശ്വാസം തേടി വരുന്നു, ആനന്ദം നീ തൂകിടണേ. വരുന്നു ഞങ്ങൾ താതാ തിരുസവിധേ പുണ്യാത്മാ, കൈകൾ കൂപ്പി വണങ്ങാം, കൃപയേകൂ അനുഗ്രഹം ചൊരിയൂ വിശുദ്ധ സെബസ്ത്യാനോസേ.